വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും സംരക്ഷണം ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF നടത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനം നടന്നു. ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായാമ്പൂവം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ച് UDF ജില്ലാ ചെയർമാനും മുൻ MLAയുമായ TV ചന്ദ്രമോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ചാലക്കുടി പരിയാരം, അതിരപ്പള്ളി മേഖലയിൽ ഇതുപോലുള്ള മരണങ്ങൾ കൃഷിക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആദിവാസികൾ ഇതുപോലത്തെ മരണത്തെ നേരിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട് മേഖല, കോഴിക്കോട് മേഖല, പത്തനംതിട്ടയും ഇടുക്കി മേഖല, അവിടെയൊക്കെ ഇത് നിത്യസംഭവങ്ങളാണ്. തൃശ്ശൂരിനേക്കാളും ഗൗരവപൂർണമായ പ്രശ്നങ്ങളാണ് അവിടെയൊക്കെ. പക്ഷെ ഗവൺമെന്റിന് ആനയെ ഉടനടി നിയന്ത്രിക്കാൻ സാധിക്കുമോ? പുലികളെയും നരികളെയും നിയന്ത്രിക്കാൻ പെട്ടെന്ന് സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാർ പല സ്ഥലത്തും പ്രസംഗിച്ച് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണല്ലോ സമരം ചെയ്യുന്നത്. ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ എടുക്കേണ്ടത്. പക്ഷേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഈ പ്രദേശത്തൊക്കെ ഇത് നിയന്ത്രിക്കാൻ പോകാനുള്ള ആളുകളെ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഈ ആവശ്യത്തിന് നിയോഗിക്കപ്പെട്ടതിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യമുള്ള സന്ദർഭമാണ്. കാരണം കാലഘട്ടം മാറി. എന്നിട്ട് പോലും പുതിയ അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ആയുധം നൽകണ്ടേ ഗവൺമെന്റ്? പോലീസിൽ ലാത്തിചാർജ് ചെയ്യുന്ന പോലെ ആനയെ ലാത്തിചാർജ് ചെയ്യാൻ പറ്റും. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കണം. അതും നൽകുന്നില്ല. പകരം ഒരു കാര്യം നടക്കുന്നുണ്ട്. മരണം ഉറപ്പായ സ്ഥലത്ത് 4 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമന്ത്രി വരും. അത് മാത്രമാണ് ഇപ്പോൾ ഉറപ്പായിട്ട് ഒരു കാര്യമുണ്ട്. 4 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ കേട്ടോ. അദ്ദേഹം തന്നെ ഒരു റെഡിയായി വരുമ്പോഴേക്കും 4 ദിവസം കഴിയും. അദ്ദേഹം പിന്നെ പറയുന്നത് ഇതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ് അപാകത പറ്റിയെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കും. പിന്നെ ഞാനായിട്ടൊരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാവില്ല. അതുകൊണ്ട് ആരോട് പറയണം? മുഖ്യമന്ത്രിയോട് പറയണം. ഇതാണ് എല്ലാ സ്ഥലത്തും അദ്ദേഹം പറയുന്നത്. പരിചയമില്ലാത്ത മന്ത്രിയൊന്നുമല്ല. എത്രയോ കാലമായിട്ട് മന്ത്രിയായിരുന്ന ആളാണ്, എത്രയോ കാലമായിട്ട് കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. UDF ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ PM അമീർ അധ്യക്ഷത വഹിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരപരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് 2 മേഖല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മലയോര മേഖല. മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കടലോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുമാണ്. ഇതൊക്കെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വലിയ സമരത്തിലാണ്. നമുക്കറിയാം, തീരദേശം വലിയ പ്രശ്നത്തിലാണ്. കടൽ മണൽ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തീരദേശ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ഉപജീവന മാർഗം പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള സമീപനവുമായി കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും പോകുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് ഭീകരമായ ഒരു അന്തരീക്ഷം മലയോര മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ നിലനിൽക്കുന്നത്. UDF നിയോജക മണ്ഡലം കൺവീനർ E വേണുഗോപാല മേനോൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK മുരളീധരൻ, K ശശിധരൻ മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, P സുലൈമാൻ, ഷാജി തോമസ്, കേരള കോൺഗ്രസ് PJ ജോസഫ്, ജോൺ ആടുപാറ, കേരള കോൺഗ്രസ് TM ജേക്കബ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സെയ്തലവി, NS വർഗീസ്, ശിവൻ വീട്ടിക്കുന്ന്, PK മോഹൻദാസ്, T നിർമ്മല, PR ദേവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വയസ്സുകാലത്ത് പോലും ഞാൻ ഈ ധർണയിൽ പങ്കെടുക്കാമെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് അനുഭവമുള്ളതാണ്.
ഒരു 4 മൂട് കപ്പ കുഴിച്ചിടാന്ന്. ഞങ്ങള് തിരുവിതാംകൂറുകാർ എങ്ങനെയാന്ന് വെച്ചാല് അല്പം കപ്പയും പോത്തിറച്ചിയും ഒക്കെ എടുക്കുന്നവരാണ്. അത് കാരണം കപ്പ കുഴിച്ചിടും. ഒരു കപ്പ പോലും കിട്ടാൻ നിവൃത്തില്ല. കാരണം പന്നിയുടെ ശല്യം ചില്ലറ ശല്യമല്ല. പന്നീനെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നാണ് നിയമം. ഒരു നിയമം വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. പന്നി ഗർഭിണിയാണോ എന്ന് നോക്കണം. ഗർഭിണിയാണെങ്കിൽ കൊല്ലാൻ പാടില്ല. ഗർഭിണി അല്ലെങ്കിൽ ഒന്ന് അതിനെ പഞ്ചസാരയും മണ്ണെണ്ണയും എല്ലാം കൂടി കൂട്ടി കത്തിച്ച് തവിടുകൂടിയാക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട ഇതിന്റെ നിയമപാലകരെ, ഒരു കഷ്ണം പന്നിയിറച്ചി തിന്നാൽ എന്താ കുഴപ്പം? വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. 21 വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്, മുൻ MLA കൂടിയായിട്ടുള്ള ജില്ലാ UDFന്റെ ചെയർമാൻ ശ്രീമാൻ TV ചന്ദ്രമോഹൻ ഉൾപ്പെടെയുള്ള ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകർ, വളരെ വിശദമായി ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാ നേതാക്കളും സംസാരിച്ചു കഴിഞ്ഞു. ഇനി DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നില്ല എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ വിരാമമിടുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. ചേലക്കര അങ്ങാടിയിൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ വന്യമൃഗങ്ങൾ അഴിഞ്ഞാടുന്ന വാർത്ത എന്നെ നോക്കി നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ കൊടുത്തു. അടുത്ത് തന്നെ MP യുടെയും MLA യുടെയും വീട്ടിൽ. ന്യൂസ് ഡെസ്ക് CCV.